NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടന്റെ നിരാഹാര സമരം 2 ദിവസം പിന്നിട്ടു. ഇരട്ടിയാർ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത്. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ മരണം വരെ സമരം എന്ന തീരുമാനത്തിൽ സമരപ്പന്തലിന് സമീപം ചിതസജ്ജമാക്കിയാണ് ആർ മണിക്കുട്ടന്റെ നിരാഹാര സമരം. യൂണിയൻ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടപ്പിലാക്കുക, തെരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം രേഖാമൂലം ഏറ്റെടുക്കുകയും അതിന്റെ ബാധ്യതകൾ തീർക്കുവാനും നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാല സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും NSS നേതൃത്വം തയ്യാറാകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ നിരാഹാര സമരം ആരംഭിച്ചത്. ഈ ആവശ്യങ്ങളിൽ ഒന്നെങ്കിലും അംഗീകരിക്കുന്നില്ലെങ്കിൽ മരണം വരിക്കുവാൻ തയ്യാറായിട്ടാണ് താൻ സമരം ചെയ്യുന്നതെന്നും ആർ മണിക്കുട്ടൻ പറഞ്ഞു. 27 മാസക്കാലമായി നടത്തിവന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടം എന്നുള്ള നിലയിലാണ് ഈ ഉപവാസ സമരത്തിലേക്ക് പ്രവേശിച്ചത്. ഒരു സമുദായ സംഘടനയായിട്ട് പോലും ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഇത് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നവരാരുമില്ല. എൻ്റെ നേതൃത്വമാണെങ്കിലും അങ്ങനെ ആരെയും അംഗീകരിക്കുന്നില്ല. ഒരു സംഭാഷണത്തിനോ അനുരഞ്ജനത്തിനോ പ്രശ്നപരിഹാരത്തിനോ ഒരു സാധ്യതയില്ലാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കടുത്ത സമരത്തിലേക്ക് പോകേണ്ടി വന്നത്. സമരത്തിൽ മുൻപോട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് 3 ആവശ്യങ്ങൾ വെച്ചു. ഏതെങ്കിലും ഒന്ന് അംഗീകരിച്ച് കിട്ടാതെ ഈ സമരം അവസാനിക്കുന്ന പ്രശ്നമില്ല. അതിന് 24 മണിക്കൂർ 48 മണിക്കൂർ എത്ര മുമ്പോട്ട് പോയാലും ശരി, എഴുതി വെച്ചേക്കുന്നത് പോലെ ഒന്നിലോ പ്രശ്നപരിഹാരം ഉണ്ടാകണം, അല്ലെങ്കിൽ മരണം. അതിനകത്ത് യാതൊരു മാറ്റം ഉണ്ടാകില്ല. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, KR വിനോദ്, OS പ്രഭാകരൻ നായർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ സമരപ്പന്തലിൽ എത്തി ആർ മണിക്കുട്ടനെ സന്ദർശിച്ചു. ഹൈറേഞ്ച് NSS യൂണിയനുമായുള്ള പ്രശ്നം പരിഹരിക്കുവാൻ 27 മാസം പിന്നിട്ടിട്ടും NSS നേതൃത്വം ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. സമരപ്പന്തലിന് സമീപം ചിത സജ്ജമാക്കിയാണ് നിരാഹാര സമരം പുരോഗമിക്കുന്നത്. ഇന്നലെ രാവിലെ 10 മണിക്കാണ് നിരാഹാര സമരം ആരംഭിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോലീസിന്റെ നേതൃത്വത്തിൽ ഡോക്ടറെ എത്തിച്ച് മണിക്കുട്ടന്റെ ആരോഗ്യനില പരിശോധിച്ചിരുന്നു. സമരം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യത്തിന് പരിഹാരമുണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്.